ഉമ്മമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയാം. ഹൈദ് ഉള്ള സ്ത്രീകൾക്ക് ആ ഹൈദുള്ള സമയത്ത് നോമ്പ് പിടിക്കൽ നിർബന്ധം ഇല്ല. നിർബന്ധമല്ല എന്ന് മാത്രമല്ല, നോമ്പ് നോക്കാൻ പാടില്ല. പിന്നെ ആ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരം പോലെയല്ല, നിസ്കാരം ഖളാ വീട്ടലില്ല, നോമ്പ് ഖളാ വീട്ടണം. അപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരൊരു മസ്അല പറയാണ്. ഒരു യാത്രക്കാരൻ റമളാനിന്റെ പകല് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി നാട്ടിൽ. ഉച്ചക്കാണ് എത്തിയത്. ഉച്ചക്ക് ശേഷം മഗ്രിബ് വരെ നോമ്പുണ്ടോ? അങ്ങനെ നോമ്പില്ല. നോമ്പ് ഫജ്ർ മുതൽ മഗ്രിബ് വരെയാണ്. ഉച്ചക്ക് ശേഷം നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. അപ്പൊ അദ്ദേഹം ളുഹറിന് ശേഷം മഗ്രിബ് വരെ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അസുഖം ഉച്ചക്ക് മാറി, ഉച്ചക്ക് ശേഷം മഗ്രിബ് വരെ സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഹൈലുള്ള ഒരു സ്ത്രീയുടെ ഹൈദ് ഉച്ചക്ക് നിന്നു, അപ്പൊ ഉച്ചക്ക് കുളിക്കണം. ആ ഉച്ചക്ക് ശേഷം മഗ്രിബ് വരെ സമയമുണ്ട്. അവൾ എന്താണ് അപ്പൊ ചെയ്യേണ്ടത്? അവൾക്ക് മഗ്രിബ് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്യാമോ? കാരണം ഉച്ചവരെ ഏതായാലും അവൾക്ക് നോമ്പില്ലല്ലോ, അന്ന് പിന്നെ ഏതായാലും നോമ്പ് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മൂന്ന് വിഭാഗക്കാരെയും പറഞ്ഞപ്പോ പറഞ്ഞു, അവർക്ക് എന്ത് ചെയ്യാം? ആ നോമ്പായ രൂപത്തിൽ മഗ്രിബ് വരെ പിടിക്കൽ നിർബന്ധമില്ല. ഇംസാക്ക് എന്നാണ് അതിന് അറബിയിൽ പറയാ. നിർബന്ധമൊന്നുമില്ല. പക്ഷേ നോമ്പുള്ളവരെ പോലെ തന്നെ മഗ്രിബ് വരെ അവിടെ നോമ്പുള്ളവരെ പോലെ ഒന്നും തിന്നാതെ കുടിക്കാതെ ശ്രദ്ധിച്ച് മഗ്രിബ് വരെ അത് നിലനിർത്താൻ ശ്രമിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്.